എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിത മഹേശ്വരൻ. ഇന്ന് ശ്രീകൃഷ്ണവിലാസ മഹാകാവ്യത്തിൻ്റെ 9ാമത്തെ സർഗത്തിലെ 47, 48 എന്നീ 2 ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത്. രണ്ടിലും ഉപജാതി വൃത്തം തന്നെയാണുള്ളത്. ഇന്ദ്രവജ്ര, ഉപേന്ദ്രവജ്രകളുടെ ചർച്ചയായിട്ടുള്ള ഉപജാതി വൃത്തം. കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത് സമുദ്രത്തിനോട് ചോദിക്കാൻ വന്നു ഭഗവാൻ. അപ്പോൾ സമുദ്രം പറഞ്ഞു പഞ്ചജനനാണ് ആ ബാലകനെ ഭക്ഷിച്ചത് എന്ന്. ഇനി പഞ്ചജനനോട് ചോദിക്കാൻ പോണതായിട്ടുള്ള കഥയാണ് പറയണത്. നമുക്കാദ്യം 47ാമത്തെ ശ്ലോകം ചൊല്ലാം. പ്രവിശ്യഗർഭം പയസരാമോ ജനാർദ്ദന പഞ്ചജനം ജഘാന തസ്മിന്നനാലക്ഷിത വിപ്രസൂനു തദംഗമാദായ വിനിർജഗാമ. ആദ്യം പദച്ഛേദം പറയാം. പ്രവിശ്യ ഗർഭം പയസ സരാമ ജനാർദ്ദന പഞ്ചജനം ജഘാന തസ്മിൻ അനാലക്ഷിത വിപ്രസൂനു തദംഗം ആദായ വിനിർജഗാമ. ശ്രീകൃഷ്ണനും ബലരാമനും കൂടിയിട്ടാണ് എന്തോ ഒരു പ്രവൃത്തി ചെയ്തത്. അതാണ് ഇവിടെ പറയണത്. സരാമ ജനാർദ്ദന. സരാമ എന്ന് പറഞ്ഞാൽ രാമേണ സഹവർത്തതേ ഇതിൽ സരാമ. രാമനോടുകൂടി എപ്പോഴും പ്രവർത്തിക്കുന്നവൻ, രാമനെ കൂടെ എപ്പോഴും കൂട്ടി നടക്കുന്നവൻ ശ്രീകൃഷ്ണൻ. സരാമ ജനാർദ്ദന, ബലരാമനോടുകൂടിയുള്ള ആ ശ്രീകൃഷ്ണൻ. പയസ ഗർഭം പ്രവിശ്യ, ആ സമുദ്രത്തിൻ്റെ ഉൾഭാഗത്തേക്ക് പ്രവേശിച്ചിട്ട്. സംസ്കൃത ശ്ലോകത്തിൽ ഗർഭം എന്നല്ല ഗർമ്മം എന്നാണ് കാണുന്നത്. മാ എന്നുള്ള അക്ഷരമായിട്ടാണ് എഴുതിയപ്പോൾ തെറ്റിയതാണ്. ഭായാണ് വേണ്ടത്, ഗർഭമാണ് വേണ്ടത്. പക്ഷേ ഗർമ്മം എന്ന് എഴുതിയതായിട്ടാണ് കാണുന്നത്. മലയാളത്തിൽ ശരിക്കും എഴുതിയിട്ടുണ്ട്. ആ സമുദ്രത്തിൻ്റെ ഉൾഭാഗം, ഗർഭം എന്ന് പറഞ്ഞാൽ നിഗൂഢമായിട്ടുള്ള ഭാഗം, ഏറ്റവും അന്തർഭാഗം എന്നർത്ഥം. അവിടേക്ക് ചെന്നിട്ട് പയസ ഗർഭം പ്രവിശ്യ, അതിൻ്റെ അകത്തേക്ക് ചെന്നിട്ട് പഞ്ചജനം ജഘാന, പഞ്ചജനൻ എന്നു പേരുള്ള അസുരനെ വധിച്ചു. ആ പഞ്ചജനൻ എവിടെയാണ് താമസിക്കുന്നതെന്നൊക്കെ വരുണദേവൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവണം. അതനുസരിച്ചിട്ടാണ് ഭഗവാൻ അവിടേക്ക് പോയതും. ആ പഞ്ചജനനാണല്ലോ ഗുരുവിൻ്റെ പുത്രനെ, ആ ബാലകനെ വധിച്ചത്. അപ്പോൾ ആ ബാലകനെ വധിക്കുക മാത്രമല്ല ഭക്ഷിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞല്ലോ സമുദ്രം. ആ ദേഷ്യം തീർക്കാൻ വേണ്ടിയിട്ട് പഞ്ചജനൻ എന്നു പേരുള്ള അസുരനെ ഭഗവാനും ബലരാമനും കൂടിയിട്ട് വധിച്ചു. പഞ്ചജനം ജഘാന. എന്നിട്ടോ തസ്മിൻ, അതൊരു ശംഖിൻ്റെ രൂപത്തിലായിരുന്നു അയാൾ ഒരു ഗൃഹം പണിതിരുന്നത് എന്ന് പറഞ്ഞുവല്ലോ. ആ ശംഖിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോയി. അതാണ് തസ്മിൻ. അനാലക്ഷിത വിപ്രസൂനു, ആ ശംഖിൻ്റെ അകത്തേക്ക് കയറി നോക്കിയിട്ടും അതിൻ്റെ അകത്ത് ആ ബാലകനെ കണ്ടില്ല. തൻ്റെ ഗുരുവിൻ്റെ പുത്രനെ ശംഖിൻ്റെ അകത്ത് എവിടെയും കണ്ടില്ല എന്ന് വന്നപ്പോൾ അനാലക്ഷിത വിപ്രസൂനു, വിപ്രൻ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണൻ, ഇവിടെ സാന്ദീപനി മഹർഷി, സാന്ദീപനി മഹർഷിയുടെ സൂനു പുത്രൻ. അനാലക്ഷിതം എന്ന് പറഞ്ഞാൽ കാണപ്പെട്ടില്ല. ആ ശംഖിൻ്റെ ഉള്ളിലേക്ക് രണ്ടുപേരും കയറി നോക്കിയിട്ടും അവിടെ പുത്രനെ കണ്ടില്ല എന്ന് വന്നപ്പോൾ തദംഗം ആദായ, ആ പഞ്ചജനൻ്റെ അംഗം എന്ന് പറഞ്ഞാൽ ശരീരം എന്ന് പറഞ്ഞാൽ ആ ശംഖിൻ്റെ ആകൃതി, ആ ശരീരവും എടുത്തുകൊണ്ട്, അതായത് പഞ്ചജനനെ അവിടെ ഭഗവാൻ ഉപേക്ഷിച്ചിട്ടില്ല. പുത്രനെ അന്വേഷിച്ചുകൊണ്ട് തന്നെയാണ് മുമ്പാക്കം പോയത്. പക്ഷേ അല്ലെങ്കിൽ വെള്ളത്തിൽ നിന്ന് പോയത് എന്നാണെങ്കിലും ആ ഒരു ശംഖിൻ്റെ രൂപവും എടുത്തുകൊണ്ടാണ് പോയത്. അതാണ് അനാലക്ഷിത വിപ്രസൂനു തദംഗം ആദായ വിനിർജഗാമ. വിനിർജഗാമ, കടലിൽ നിന്ന് പുറത്തേക്ക് പോവുകയും ചെയ്തു. അപ്പോൾ ശ്രീകൃഷ്ണൻ എന്താ ചെയ്തത്? കടലിൻ്റെ അകത്തേക്ക് പോയി അന്തർഭാഗത്ത് എവിടെയോ ഉണ്ടായിരുന്നവനായ പഞ്ചജനനെ പിടിച്ചുകൊണ്ട് വന്നു. അയാളുടെ ഉള്ളിൽ ഈ ബാലകനുണ്ടോ, ഭക്ഷിച്ചു എന്നല്ലേ പറഞ്ഞത്, അപ്പോൾ വയറ്റിൽ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും എന്ന് കരുതിയിട്ടാവും രണ്ടുപേരും കൂടിയിട്ട് അത് ആ പഞ്ചജനൻ്റെ വീടാകുന്ന ശംഖിൻ്റെ അകത്തേക്ക് കയറി നോക്കി. അവിടെയെങ്കിലും ആരെയും കണ്ടില്ല എന്ന് വന്നപ്പോൾ ആ ശരീരവും പേറിക്കൊണ്ട് പുറത്തേക്ക് വന്നു. അതവിടെ ഉപേക്ഷിച്ചിട്ട് പോയില്ല, പഞ്ചജനൻ്റെ ശരീരത്തെയും കൊണ്ട് പുറത്തേക്ക് വന്നു. എന്നിട്ട് വേറൊരു ദിക്കിലേക്ക് പോയി എന്നാണ് പറയണത്. നമുക്ക് 48ാമത്തെ ശ്ലോകം കൂടി നോക്കാം. ഗുരോസ്ത്രിലോകീ ഗുരുരാത്മജം തം ആനേതുമാരൂഢ മഹാഭിമാന യമാധിവാസം യദുവംശവീരോ രഥേന രാമേണ യുതഃ പ്രതസ്ഥേ. നമുക്ക് പദച്ഛേദം പറയാം. ഗുരോഹോ ത്രിലോകീ ഗുരു ആത്മജം തം ആനേതും ആരൂഢ മഹാഭിമാന യമാധിവാസം യദുവംശവീര രഥേന രാമേണ
യുത പ്രതസ്ഥേ. കടലിൽ പോയി നോക്കിയിട്ടും പഞ്ചജനനെ വധിച്ചിട്ട് പഞ്ചജനൻ്റെ ഗൃഹമായിട്ടുള്ള ശംഖിൻ്റെ അകത്ത് കയറി നോക്കിയിട്ടും കാണാനുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ആ ബാലകനെ അന്വേഷിക്കേണ്ട സ്ഥലം എന്ന് പറഞ്ഞാൽ യമലോകം തന്നെയാണ്. അതാണ് ഇവിടെ പറയണത്. ഭഗവാൻ എന്താ ചെയ്തത്? ത്രിലോകീ ഗുരോഹോത്തമാത്മജമാനേതും. ത്രിലോകീ ഗുരു, 3 ലോകങ്ങൾക്കും ഗുരുവായിട്ടുള്ള, അതാണ് ത്രിലോകീ ഗുരു. അത് ഭഗവാനാണല്ലോ. അങ്ങനെയുള്ള ഭഗവാൻ, ത്രിലോകങ്ങൾക്കും ഗുരുവായിട്ടുള്ള ആ ഭഗവാൻ ശ്രീകൃഷ്ണൻ, ഗുരോഹോ തം ആത്മജം, ഗുരുവിൻ്റെ ആ പുത്രനെ, ആ പുത്രൻ എന്ന് പറഞ്ഞതുകൊണ്ട് ഗുരുവിൻ്റെ നഷ്ടപ്പെട്ട പുത്രൻ, വളരെ ദുഃഖകരമായിട്ടുള്ളൊരവസ്ഥയിൽ സമുദ്രത്തിൽ എവിടെയോ വെച്ച് കാണാതായിട്ടുള്ളൊരു പുത്രൻ എന്നൊക്കെയുള്ള അർത്ഥം എടുക്കാം. തം എന്നുള്ളത് പ്രക്രാന്ത പരാമർശിത്വമാണ്. മുമ്പത്തെ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുണ്ട് ആളെ പറ്റിയിട്ട്. അതുകൊണ്ടാണ് അങ്ങനെയുള്ള ആ ഗുരുവിൻ്റെ പുത്രനെ എന്ന് പറഞ്ഞത്. അപ്പോൾ തമാത്മജം ആനേതും കൊണ്ടുവരുന്നതിന് വേണ്ടി ആരൂഢ മഹാഭിമാന, അതായത് ഈ ബാലകനെ കൊണ്ട് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആത്മാഭിമാനം ഇല്ലാതെയാവുന്ന ഒരു സന്ദർഭമുണ്ട് ശ്രീകൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം. ഗുരു ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല. അങ്ങോട്ട് ചോദിച്ചപ്പോഴാണ് എന്നാൽ എനിക്കൊരു മോഹൻ്റെ മകനെ ഒന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ട് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞത്. അപ്പോഴാണ് മകനെ തേടിയിട്ട് കടലിലേക്ക് പോകുന്നത്, കടലാണ് കൊണ്ടുപോയതെന്ന് മനസ്സിലാക്കിയിട്ട്. ഇനി ആ ബാലകനെ തിരിച്ചു കൊണ്ട് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഭഗവാന് ഏറ്റവും വലിയ ചീത്തപ്പേര് വരും. ഒരു കാര്യം മാത്രമേ ആവശ്യപ്പെട്ടുള്ളൂ ഗുരു, എന്നിട്ടും അത് ശരിയാക്കി കൊടുക്കാൻ പറ്റിയില്ലല്ലോ, അത് നടത്തി കൊടുക്കാൻ സാധിച്ചില്ല എന്നുള്ളത് കൊണ്ടൊരു ചീത്തപ്പേര് വരാൻ സാധ്യതയുണ്ട്. ആ ചീത്തപ്പേരൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. അതാണ് ആരൂഢ മഹാ അഭിമാന, വലിയ അഭിമാനിയാണ് ഞാൻ, ഏറ്റാൽ ചെയ്തു കൊടുക്കും എന്നുള്ള ആ ഒരു അഭിമാനത്തോട് കൂടിയിട്ട് ഭഗവാൻ എന്താ ചെയ്തത്? യദുവംശവീര, യദുവംശത്തിൻ്റെ വീരനായിട്ടുള്ള ആ ബാലകൻ ശ്രീകൃഷ്ണൻ. യദുവംശത്തിൽ ഇതുവരെയും ഇത്രയ്ക്ക് വീരശൂര പരാക്രമിയായിട്ടുള്ളൊരു ബാലകൻ ജനിച്ചിട്ടില്ല. അങ്ങനെയുള്ള ആ ശ്രീകൃഷ്ണൻ രാമേണ യുത, രാമനോട് കൂടിയിട്ട്, ബലരാമനോട് കൂടിയിട്ട്, രഥേന, ഏതൊരു രഥത്തിലാണോ മധുരാപുരിയിൽ നിന്നും ഈ സമുദ്രത്തിലേക്ക് വന്നത് ആ രഥത്തിൽ തന്നെ കയറിയിട്ട് യമാധിവാസം പ്രതസ്ഥേ, യമൻ്റെ അധിവാസ സ്ഥാനത്തേക്ക്, യമപുരിയിലേക്ക് പുറപ്പെട്ടു. അപ്പോൾ സമുദ്രത്തിലൊക്കെ അന്വേഷിച്ച് നോക്കിയിട്ടും ബാലകനെ കിട്ടിയില്ല എന്ന് വന്നപ്പോൾ തൻ്റെ അഭിമാനം ലേശം ഇടിഞ്ഞു പോയോ, അഭിമാനത്തിന് ക്ഷതം വന്നുവോ എന്ന് ഭഗവാന് പേടിയായി. മറ്റുള്ളവർ എന്തായിരിക്കും തന്നെ പറ്റി പറയുക എന്നുള്ള ആ ഒരു വിഷമം കാരണം അത്രയ്ക്ക് തന്നിൽ ആത്മവിശ്വാസമുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഇനി ഇവിടെ കണ്ടില്ലെങ്കിൽ വേറെ എവിടെയാണ് കാണുക എന്നുള്ളത് ഭഗവാൻ അറിയാം. അതുകൊണ്ട് താനൊരു രഥത്തിൽ, ഏതൊരു രഥത്തിൽ കയറിയിട്ടാണോ മധുരാപുരിയിൽ നിന്നും സാന്ദീപനിയുടെ, വാരാണസിയിൽ താമസിക്കുന്നവനായ സാന്ദീപനി മഹർഷിയുടെ അടുത്തേക്ക് വന്നത്, അതേ രഥത്തിൽ കയറിയിട്ട് യമൻ്റെ ലോകത്തിലേക്ക്, യമാധിവാസം, യമപുരിയിലാണല്ലോ എല്ലാവരും പോവുക, മരിച്ചു കഴിഞ്ഞാൽ യമലോകത്തേക്ക് പോയി എന്നാണ് പറയുക. മറ്റേതൊരു ലോകത്ത് പോയി എന്ന് പറയണേക്കാളും ഭാരതീയർ പറയുക ഒന്നുക സ്വർഗം കിട്ടി അല്ലെങ്കിൽ നരകം കിട്ടി എന്നാണ്. നരകം എന്ന് പറയുന്നത് യമരാജാവായിട്ടുള്ള യമധർമ്മൻ്റെ രാജ്യമാണ്. തെറ്റുകളൊക്കെ ചെയ്തവരെ അവിടെ ഇട്ടിട്ടാണ് ശിക്ഷിക്കുകയും പരീക്ഷിക്കുകയും ഒക്കെ ചെയ്യുക എന്നുള്ളത് നമ്മളൊക്കെ മനസ്സിലാക്കി വച്ചിട്ടുണ്ട്. ആ ഒരു പുരിയിലേക്കാണ്, അവിടേക്കാണ് ആ ബാലകനെ കൊണ്ടുപോയത് എന്ന് ഭഗവാന് ദിവ്യചക്ഷുസുകളെ കൊണ്ട്, ദിവ്യജ്ഞാനം കൊണ്ട് മനസ്സിലാക്കി. അതിനുശേഷമാണ് ആ ഒരു പ്രദേശത്തേക്ക്, യമപുരിയിലേക്ക് ബലരാമനും ശ്രീകൃഷ്ണനും അതേ രഥത്തിൽ കയറി പുറപ്പെടുന്നത്. അതാണ് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത്. പ്രതസ്ഥേ എന്ന് പറഞ്ഞാൽ പുറപ്പെട്ടു എന്നർത്ഥം. അങ്ങനെ യമലോകത്ത് ചെന്നിട്ടുള്ള കാര്യങ്ങൾ അടുത്ത ദിവസം നോക്കാം. ഇന്ന് ഈ ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലി നോക്കാം. പ്രവിശ്യഗർഭം പയസസ്സരാമോ ജനാർദ്ദന പഞ്ചജനം ജഘാന തസ്മിന്നനാലക്ഷിത വിപ്രസൂനു തദംഗമാദായ വിനിർജഗാമ ഗുരോസ്ത്രിലോകീ ഗുരുരാത്മജം തം ആനേതുമാരൂഢമഹാഭിമാന യമാധിവാസം യദുവംശവീരോ രഥേന രാമേണ യുതഃ പ്രതസ്ഥേ. രഥത്തിൽ കയറിയിട്ട് രാമനോടുകൂടി യമപുരിയിലേക്ക് പോയി എന്നർത്ഥം. യമാധിവാസം എന്നുള്ളത് പദച്ഛേദമൊന്നും ചെയ്യരുത്. യം അധിവാസം എന്നല്ല, യമൻ്റെ അധിവാസത്തിലേക്ക്, അതായത്
സാധാരണ പുരാണങ്ങളിലൊക്കെ കേൾക്കുന്നതായ നരകം എന്ന് പറഞ്ഞ ലോകത്തിലേക്ക് ആ ബാലകൻ അവിടെ ഉണ്ടോ എന്നുള്ളത് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഇവർക്കത് സാധിക്കുമല്ലോ. ശരീരത്തോട് കൂടിയിട്ട് ഐഹികമായിട്ടുള്ള ജീവിതം എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നതായ ഒരു ശരീരമാണ് അത്. മാംസം കൊണ്ട് നിറഞ്ഞതായ ശരീരം. ആ ശരീരത്തോട് കൂടിയിട്ട് രഥത്തിൽ കയറി യമപുരിയിലേക്ക് പോയി എന്നാണ് പറയുന്നത്. സാധാരണ യമപുരിയിലേക്ക് പോകുന്നവരൊന്നും അതേ രൂപത്തിൽ തിരിച്ചു വരാറില്ല. ഭഗവാനും ബലരാമനും ഒക്കെ അത് സാധിക്കുമെന്നുള്ളത് കൊണ്ട് യമപുരിയിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ നിർത്തുകയാണ് ചെയ്തത്. ഇനി എന്താണ് ഉണ്ടാവാൻ പോണത് എന്നുള്ളതൊക്കെ അടുത്ത ദിവസം നോക്കാം. ഇന്നത്തെ 2 ശ്ലോകങ്ങളും ഭഗവാന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്ന് നിർത്തട്ടെ. നന്ദി.